രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമം രാമ രമ രമണ ത്രിലോകീപദേ രാമസീതാഭിരാമം ത്രിദശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മകം രാമനാരായണാത്മാ രാമം ഭൂപതേ രാമകഥാമൃതപാന പൂർണ്ണാനന്ദം സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം യുദ്ധമാകർണ്യം കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം ഉണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ചിത്തേ നിരൂപിക്ക പോലും ആശക്യമാമബ്ധി ശതയോജനായതശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനു എങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായല്ലതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരുതിയെ കടന്നിടുന്നു നക്രമകര ചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരിതിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം ലോകത്രയത്തിങ്കലാരതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ ഭക്തി സത്യന്വിതമിത്ര പുത്രോക്തികൾ ലിത്തമാകർണ്യ
കാകുൽസ്ഥനും തൽക്ഷണേ മുമ്പിലാമാറ് തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം ഭജസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതുവാതാത്മജൻ നന്നായി തെളിഞ്ഞുണർന്നിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൻ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജനം പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതി ശോഭിതമായ 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ 7 പോലെ. 7 4 ഗോപുരപംക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യാഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാലപംക്തിയും. അണ്ടർകോന്തിക്കിങ്കില ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 സദാ. ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഇത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു 1,000,000 നിശാചരർ. ദിക്കുകൾ 4ലും ഉള്ളതിലർദ്ധമുണ്ടുഗ്രതയോടും നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ആടക നിർമ്മിതാ ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവടങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ. പിന്നെ കുറഞ്ഞോരവിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ. കൊല്ലുക വൈകാതിവന എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ ഉച്ചം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടുപൊട്ടിച്ചേൻ 200 യോജനം വട്ടമായുള്ള
ലങ്കാപുരം സത്വരം. മന്നവലങ്കയിലുള്ള പടയിൽ നാലൊന്നുമൊടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടുമിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു കുരു വിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കും ശങ്കാപഹം. ലംഘനം ചെയ്ത നക്തം ജരനായക കിങ്കരന്മാരക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനന ഹുങ്കൃതിയും തീർത്തു സംഗരാന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ, പങ്കജനേത്ര പരം പുരുഷപ്രഭോ. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സജ്ഞാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തതും കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കൽ പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാം മൂലം ഹതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടു മേലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാതി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറിമൽ പിമ്പേ സുമിത്രാത്മജനങ്കതോപരി. സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലിസമാനനാം മൈന്ദൻ വിവിധനും. പങ്കജ സംഭവസൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിത്താരനും. ചൊല്ലുള്ള വാനര നായകന്മാരോടും ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും. കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു പുരോഗാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ചയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാവേകാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ. ചാടിയുമോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടും ശൈലശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും ഉക്കുമഹേന്ദ്ര ജലാന്തികേ മേവിനാർ. മാരുതി തന്നെ കണ്ടദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിയിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നുടെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൊത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാനിധിയെ കടപ്പാനുപായവും
ധീരരായുള്ളവരും നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണമിനിയുമുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു. മേവിനാൻ പർവതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു. മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമ നിസ്വനം. അത്യുന്നതത്തരം ഗാഢ്യമഗാധ മിതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൻ. ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവൻ. ദുഃഖഹർഷഭയക്രോധലോപാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു. വിചാരിച്ചു കാൺകിലു സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരമാത്മാ പരം പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താൽ അബുധന്മാരുടെ മതം. ഒക്കെയോർത്താൽ മതം. അക്ഷത നിൽക്ക ദശരഥപുത്രരുമർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരോരനന്തരം. ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴും നലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തിവിരവോടു മന്ത്രനികേതനം ഉക്കിരുന്നീടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കു മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങളാരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഉക്കോട് വന്നകം പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതൊഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുട പുത്രനാം അക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധി തന്നുത്തര തീരെ മരുവുന്നോർ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചും കൽപ്പിക്ക നിങ്ങളും.
മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനെയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾക്കജഞ്ചലം. ഉത്തമം മധ്യമം പിന്നേതധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിനെന്നേകമത്യമായേവനുമുള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമതന്നിയെ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു. സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയാ. കാലുഷ്യചേതസാ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്നയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്യമായുള്ളോന്നധമമതത്രയും. എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നു നന്നെത്രയും ഓർത്തോളമുള്ളിലേതിന്നൊരു കാര്യവിചാരം ഉണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അദ്ഭുതം. വൃത്താരിയെപ്പുര യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനേ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാദനതോർക്ക നീ. വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം ഓരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അദ്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും. കാലനെപ്പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലൊരു ഭയമുണ്ടാകൂ. പുങ്കാരമാത്രേണ തന്നെ വരുണനെ സംഗരത്തിങ്കൽ ജയിച്ചീലയോ ഭവൻ. മറ്റുള്ള ദേവകളെ പറയേണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർക്കരം തന്നു പൊറുക്കുന്നും മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലം ഇളക്കിയെടുത്തുടനാലോലമമ്മാനമാടിയ കാരണം. കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പിൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബല ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.
ഓം നമോ നാരായണായ. ചെറുതകലയൊരു വിടവിം ശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സി ജിതശ്രമം. പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചതം സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ. നിജഹൃദയം ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു ഓമവനുത്തമൻ. അതിനു മുഹുരഹമഖിലം നിശിചരകുലേശനയൻ പോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്ത ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവുമതി വിമല ശിംശപാ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമതല ഫലസഹിത ഗുൽമവല്ലീതരു കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ ജനനി വഹ ഭയജനനം നാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അധിഭയമൊടഖില ദിശി ദിവികലു പറന്നുടനാകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനിചരപുരി ജഡിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ഭയമൊടതു പൊഴുതും നിശിചരികൾ ഉണർന്നിതും പാർത്തുനേരം കപിവീരനെ കാണായി. ഇവൻ അമിതബല സഹിതനിടി നിരതമൊച്ചയുമെന്തൊരു ജന്തുവിതെന്തിനു വന്നതും. സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിലയോ ചൊല്ലടോ. മനസ്സി ഭയമധികമിവനെ കണ്ടു ഞങ്ങൾക്ക് മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശി തമസി വരുവതിനു കാരണമെന്തു ചൊൽ നീയറിഞ്ഞിലയോ ചൊല്ലിവനാരടോ. രജനിചര കുലരചിത മായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. ഭയമിവനെ നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര. അവനിമകളവരൊടിതു ചൊന്ന നേരത്തവരാശും ലങ്കേശ്വരനോട് ചൊല്ലിയിടിനാർ. ഒരു വിപിന ചരനമിത ബലനജലന സന്നിഭം ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. ഒരുവതിനു കരുതിയവനം അപഗത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ. മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം. ഭുവനമതിലൊരുവനെയും അവനും ഭയമില്ലഹോ. പോയിലവൻ അവിടുന്നിനിയും പ്രഭോ. ദശവദനനിധി രജനിചരികൾ വചനം കേട്ടു ദന്നശുകോപമക്രോധ വിവശനായി. ഇവൻ ഇവിടെ നിശി തമസി ഭയമൊഴിയെ വന്നവനേതുമെളിയവനല്ലെന്നു നിർണയം. നിശിതചര കുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ. നിശിചര കുലാധിപാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി. ശിഖരി കുലമൊടുമവനി മുഴുവനിളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസ. സഭയതര ഹൃദയമഥം മോഹിച്ചു വീണിതു. സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും
ചിതവിശിഖ മുഖനിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും മുഹുരുപരി വിരവിനോടുയർന്നു ജിതശ്രമം മുൽഖരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ. നിയുത നിശിചര നിധന നിശമന ദശാന്തരെ നിർഭയം ക്രുദ്ധിച്ചു നക്തം ജരേന്ദ്രനും. അധിക ബല പതിവരരിലൈവരച്ചെല്ലുകന്നത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു. തദനു ദശവദനുദിത വൃഥാ ചൊല്ലിനാൻ തൽബലമത്ഭുതം അൽഭയോദ്ഭൂതിതം പരിഭമോടമിതബല സഹിതമഭിചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവനെ മമ നികടഭുവി ജഡിതി സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടൊന്നു വച്ചിടുവൻ. മഹിതമതിബല സഹിതമെഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ദൃശം. ദശവദന വചന നിശമന ബല സമിന്നിതം ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതരമലറി നിജകരമതിലൊടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താർ കവീന്ദ്രനും. മുഹനതനമുലയെ മുഹുരലറിമരുവും വിധൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം. അനിലജനും അവരെ വിരവോടു കൊന്നീടിനാനാശു ലോഹസ്തംഭതാടനത്താലഹോ. നിജ സജീവ തനയരുവരും മമിത സൈന്യവും നിർജ്ജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസി ദശമുഖനുമുരുതാപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനിയൊരുവനിവനോടു ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാനാരെയും. ഇവരൊരുവതെതിരിടുകൾ സുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ. അവർ പലരുമൊരു കവിയോടേറ്റു മരിച്ചിതിന്നയ്യോ സുഹൃതം നശിച്ചിതുമാമകം. പലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നോരു താതനോടാദരാ വിനയമൊടു തൊഴുതിളമയുമകനുമുര ചെയ്തിതു. വീരപുംസാമിതം യോഗ്യമല്ലേതുമേ, വീരപുംസാമിതം യോഗ്യമല്ലേതുമേ. അലമലമിതറിയിലനുചിതമഖില ഭൂഭൃതവും ആത്മഖേദം ധൈര്യശൗര്യ തേജോഹരം. അരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനൻ. കപിവരനുമതു പൊഴുതു തോരണമേറിനാൻ കാണായിതക്ഷകുമാരനെ സന്നിധൗ. ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനുമതു നേരം. മുനിവിനോടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോടു ചെന്നു പൊക്കേടിനാൻ. ശക്തനാമക്ഷകുമാരൻ മനോഹരൻ വിഭുത കുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്ഥനായി. അമരപതിജിതമമിത ബലസഹിതമാത്മജ ആത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാദിപാലയം ഉക്കതു കേട്ടീലേ. മമ സുതനരണ ശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ
ത്വരിതമഹാമതുല ബലമോടു പോയിടുവൻ, തുൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ, ത്യജമനസി ജനക തവ ശോകം മഹാമതേ, തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതനവനതിനില്ല സംശയം, മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ? ഭയമിവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയും പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമഥനമപി യുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അദ്ഭുതം. അതു കരുതാമിളവിലിഹ നാണമാമെത്രയും ഹന്തുമശ്വക്യോപി ജ്ഞാനവിളംബിതം. കൃതിഭിരപിം നികൃതിഭിരപിം ചത്മനാപിവാം കൃച്ഛ്രേണ ഞാൻ ത്വൽസമീപേ വരുത്തുവൻ. സപതി വിപദുഭഗദഹമിഹ പ്രമദാകൃതം സമ്പതിനാശകരം പരം നിർണയം. സസുഖമിഹ നിവസമയി ജീവതിത്വം വൃഥ സന്താപമുണ്ടാകരുതു കുരുതുമാം. ഇതി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നീടിനാൻ. ഗരുഡനിഭനത ഗഗനമുൽപ്പതിച്ചീടിനാൻ. ഗർജനപൂർവകം മാരുതി വീര്യവൻ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം ബാഹുബലം വീര്യവേഗങ്ങൾ കാൺകയാൽ. പവനസുതശിരസി ശരമഞ്ചു കൊണ്ടൈതിതുപാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ അത സപതി ഹൃതി വിശിഖമൊട്ടുകൊണ്ടൈതു മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ. ശിതവിശിഖമധികതരമൊന്നു വാൽമേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുലതിലകം അമ്പുകൊണ്ടാർത്തനായി തമ്പേണ സൂതനെ കൊന്നിതു സത്വരം. തുരകയുത രഥവുമഥം ജഡിതി പൊടിയാക്കിനാൻ. ദൂരത്തു ചാടിനാൻ മേഘനിനാദനും. അപരമൊരു രഥമധിക വിരതമുടനേറി വന്നസ്ത്ര ശസ്ത്രൗകവരിഷം തുടങ്ങിനാൻ. ഋഷിതമതിം ദശവദന തനയശരപാദേന രോമങ്ങൾ നന്നാലു കീറി കപീന്ദ്രനും. അതിനുമൊരു കെടുതി അവനില്ലെന്നു കാൺകയാലംഭോജ സംഭവ ബാണമെയ്തിടിനാൻ. അനിലജനുമതിനെ ബഹുമതിയോടുടൻ ആദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ദശവദന സുതനീലന തനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പേടയുമുണ്ടായില്ല പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദളനേത്രനാം രാമന്തിരുവടി നാമാമൃതം ജപിച്ചിടും ജനസദ. അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരാജ്ഞാന കർമാകൃതബന്ധനം ക്ഷണാൽ. സുചിരവിരചിതമപി വിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗ അകതളിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലോർക്കോ മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം? കപടമതീ കലിതകര
ചരണവിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതി കുതുകമൊടു നിശിചരരണഞ്ഞുടൻ പാശകണ്ഠേന ബന്ധിച്ചൊരു കാരണം ബലമിയലുമാമരരിവും കെട്ടിക്കിടന്നെഴുമ്പന്നാസ്ത ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടതപ്പോഴേ വ്യഥയും അവനകതളിരിൽ ഇല്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ നിശിചരരെടുത്തു കൊണ്ടാർത്തു പോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ അനിലജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതിഥേയാധിപരാതി ചൊല്ലിയിടിനാൻ അമിത നിശിചരവരവരെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ ജനകതവ മനസി സജീവന്മാരുമായിനി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം പ്ലവകുലരവനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയനവചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടിനാൻ ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നുമെങ്കും നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവോ മനുഷ്യമതു കാക്കുന്നവരെയും കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടും തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോടിനി വിരവിനോട് ചോദിക്ക നീ എന്നു ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോടു വിനയനയ സഹിതമാതരാൽ പപ്രച്ച നീയാറയച്ചു വന്നു കപേ നൃപസദസി കഥയ മമ സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖിലമകതളിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്ക നീ അനർഥവചനവുമല ധർമ്മകർമ്മങ്ങളുമത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ നിഖില നിശിചരക്കുല ബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായൂതനയനും മനസ്സി രഘുകുലവരനെ മുഹുരമപി നിരൂപിച്ചും മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുടവചനമതി വിശദമിതി ശൃണുജളപ്രഭോ പൂജനം രാമദൂതൻ ഞാനറിക നീ ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപൂരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതി ശയനം അമലനഖിലേശ്വരൻ പൂർവദേവാരാധി മുക്തിമുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിലയന നിവാസിയം ഭൂദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജഗകുലരിപുമണി രഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിതൻ നിജ ജനക വചനമതും സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ തവ മരണമിഹ വരുവതിനൊരു കാരണം താമരസോദ്ഭവം കൽപ്പിതം കേവലം തദനു ദശരഥതനയനും മദംഗാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ തപനതനയനോടനല സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു
ചെയ്തോരനന്തരം ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. രാമസീതാഭിരാമം ത്രിദശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മകം രാമനാരായണാത്മാ രാമം ഭൂപതേ രാമകഥാമൃതപാന പൂർണ്ണാനന്ദം സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യം കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം ഉണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ചിത്തേ നിരൂപിക്ക പോലുമാശക്യമാമബ്ധി ശതയോജനായതശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനു എങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായല്ലതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതും കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്വിതമിത്രപുത്രോക്തികൾ ഇത്തമാകർണ്യ കാകുൽസ്തനും തൽക്ഷണേ. മുമ്പിലാമാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിയിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ
കാട്ടിത്തരിക വേണം ഭജസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതുവാതാത്മജൻ നന്നായി തെളിഞ്ഞുണർന്നിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൻ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജനം പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതി ശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ 7 ഏഴിനും 4 ഗോപുരപംക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യാഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാലപംക്തിയും. അണ്ടർകോന്തിക്കിങ്കില ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 സദാ. ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഇത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4ലും ഉള്ളതിലർദ്ധമുണ്ടുഗ്രതയോടും നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ആടക നിർമ്മിതാ ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവടങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ. പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ.